പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ 8-ാം ദിവസം നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കാൻ പോകുന്നു. ഓരോ ദിവസം ഈ നോയമ്പിൻ്റെ സമയത്ത് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ ജീവിതം കർത്താവിൽ സമർപ്പിക്കുന്നു. എന്നാൽ ഇത് ഓരോ ദിവസം ജീവിതം കർത്താവിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ജീവിതം കർത്താവിൽ തന്നെ സമർപ്പിക്കണം. ജീവിതം കർത്താവിൻ്റെ വിശുദ്ധിയിൽ തന്നെ സമർപ്പിക്കണം. ജീവിതം കർത്താവിനെ പോലെ തന്നെ ആകാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ദൈവത്തിനെ സന്തോഷിപ്പിക്കണം. ദൈവം ഈ പ്രവൃത്തിക്ക് ശേഷം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രവൃത്തി മുഖേന കർത്താവായ യേശു മിശിഹ നമ്മുടെ ഇടയിൽ വസിക്കണം. അല്ലാതെ നമ്മുടെ പ്രവൃത്തി മുഖേന കർത്താവ് വീണ്ടും കുരിശിൽ കയറണം എന്നല്ല. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ ഇടയിൽ വസിക്കണം. പ്രിയമുള്ളവരെ, നോയമ്പിലെ 8-ാം ദിനം നമ്മളിന്ന് എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യമാണ്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ചെയ്യേണ്ടത് ദൈവത്തെ കുമ്പിട്ടും ആരാധിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. എത്ര നന്ദി പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. നമുക്കറിയാം, നമ്മുടെ ഒരു ഉദാഹരണം, നമ്മുടെ പ്രിയപ്പെട്ടവർ 2 ദിവസം 3 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ രോഗത്തിൽ അവർ വളരെ സീരിയസ് ആയി കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ വ്യക്തി ഒന്ന് സൗഖ്യം പ്രാപിച്ചു, സന്തോഷം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയി ആ ഡോക്ടറോട് താങ്ക് യു അല്ലെ ഡോക്ടർ നീ വലിയവനാണ്, ഡോക്ടർ ചെയ്തത് നല്ല കാര്യമാണെന്നെല്ലാം പറയും. അപ്പോൾ ഡോക്ടറോട് നമുക്ക് ഉണ്ടായ ഒരു നന്ദി, ഒരു കടപ്പാടാണ് നമ്മളവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഓരോ ദിവസം കർത്താവായ യേശു മിശിഹ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹത്തെപ്പറ്റി എത്ര വ്യക്തികൾ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്, എത്ര വ്യക്തികൾ ദൈവത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹായെ അമ്മയോടൊപ്പം കണ്ടപ്പോൾ എല്ലാവരും കുമ്പിട്ടു ആരാധിച്ചു. കൃത്യം പറഞ്ഞാൽ ഇവിടെ കർത്താവായ യേശു മിശിഹ അമ്മയോട് കൂടെ ആണെങ്കിൽ ഇതേ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു വലിയ സത്യമുണ്ട്. കർത്താവായ യേശു മിശിഹ നന്മ ചെയ്താൽ ഇതേ കർത്താവായ യേശു മിശിഹ നിങ്ങളോടൊപ്പം വസിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ അമ്മയായ മറിയത്തോടും യേശുവെ കണ്ടു. പക്ഷെ നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ സഭ പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ജീവിച്ചാൽ ഈ പറഞ്ഞ വാക്യം ഒന്നുകൂടി എഴുതേണ്ടി വരും. കർത്താവായ യേശു മിശിഹയും നമ്മൾ ഓരോ വ്യക്തിയും ദൈവവും ഞാനും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പ്രാർത്ഥിക്കാനാവട്ടെ, ഭക്ഷിക്കാനാവട്ടെ, എവിടെ പോവുകയാണെങ്കിലും കർത്താവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ കൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് നോക്കാം. അവനെ പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം നസ്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നസ്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാത്തതുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹ പുറത്തുപോയി ജനിക്കേണ്ടി വന്നത്. പക്ഷേ മാതാവിൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായ്ക്ക് ഒരു സ്ഥലം നൽകി വച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി സ്ഥലമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോടൊപ്പം വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ ക്രിസ്മസിലും നമ്മളെല്ലാ വ്യക്തികളെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്യമാണ് ഹാപ്പി ക്രിസ്മസ്. ആഘോഷമായ കുർബാന പങ്കെടുത്തുകൊണ്ട് ആഘോഷമായ സന്തോഷങ്ങൾ പങ്കെടുത്തു കുടുംബക്കാർ സന്തോഷിച്ച് ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം, ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ഈ കർത്താവായ യേശു മിശിഹായ്ക്ക് ജനിക്കാൻ വേണ്ടി ഞാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടോ?
നസ്രത്തിൽ സ്ഥലമില്ലായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ജീവിതത്തിലും മാതാവ് എന്ന ലോകത്തിൽ ഈശോയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും ഈശോയ്ക്ക് സ്ഥാനമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും ഈശോയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് എത്ര ആഘോഷിച്ചാലും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെല്ലാം ത്യജിച്ചുകൊണ്ട് രക്ഷകനെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചാൽ ഈ രക്ഷകൻ എന്നെ നയിക്കും, ഈ രക്ഷകൻ എന്നെ പരിപാലിക്കും, ഈ രക്ഷകൻ എന്നെ മുമ്പോട്ട് നയിക്കും. ഈ ഒരു നോയമ്പിൽ നമുക്കിത് തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. മാതാവിനുണ്ടായ അതേ മനോഭാവം മാതാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മാതാവ് ചിന്തിച്ചതുപോലെ ഞങ്ങളും ചിന്തിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലും ജനിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ നോയമ്പ് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.